മലപ്പുറം ഇന്ന് പത്രത്തിൽ കളർ ഫോട്ടോ കുറവാണല്ലോ. കണ്ടോ, ഇത് നല്ല കളറായിരുന്നു. മഷിയുടെ കുറവായിരിക്കും. ആണല്ലേ? ഇതിനെ എന്തോ വളമിടുന്നത്? പൊട്ടാഴ്സ്, അമോണിയം, സൾഫേറ്റ്. എന്റെ പൊന്നെ, ഞാൻ ചോദിച്ചില്ലേ. ഓ കൂടി അലിസ, ചായത്തിനൊരു കടുപ്പം എന്താ ഇഷ്ടപ്പെട്ടില്ലേ? വേണേ കുടിച്ചാൽ മതി. ഏതായാലും കുടിച്ചാലും പറ്റ. നീ തന്നെ അങ്ങനെ പറയണടാ. കേടാ ഡാ, നീയും കണക്ക് പറഞ്ഞു തുടങ്ങി. പണ്ട് നമ്മൾ ഒരുമിച്ച് നാടൻ കളിച്ച് വന്നപ്പോഴേ നിന്റെ പോക്കറ്റിലെ പൈസ എടുത്ത് നമ്മൾ ഒരുപാട് ചായ കുടിച്ചിട്ടുണ്ട്. അന്ന് നീ മറക്കരുത് കേട്ടാ. നീ കണക്ക് പറഞ്ഞ് എന്നോട് പറയാൻ പാടില്ല, തെറ്റായിപ്പോയി. ഈ പോക്കറ്റിൽ അന്ന് നാടൻ കളിച്ച് നടന്നതിൽ ഇന്ന് ഞാൻ ഖേദിക്കുന്നു കേട്ടോ. എടാ പറ്റുകാശം മേടിക്കാൻ വേണ്ടിയല്ലോ. എന്താണ് പ്രശ്നം? എടാ എടാ പിന്നെ എടാ നീ കാര്യം തുറന്നു പറ. മാത്തം നിന്നെ വല്ലതും വഴക്ക് പറഞ്ഞോ? മാത്തൻ്റെ കാര്യം വേണ്ടി പോരുത്. എടാ, അന്ന് എൻ്റെ കൂടെ നാടൻ കളിച്ച ആൾക്കാർക്കല്ല ഇന്ന് ഭാര്യ മക്കളുമായി. ഞാൻ ഇന്ന് ഒറ്റത്തടിയാ. അന്നങ്ങനെ അബദ്ധം കാണിച്ച് ഞാൻ ഖേദിക്കുന്നു. മോളമ്മ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തോൽവി. എടാ എടാ നീ ഇങ്ങനെ ഇടന്ന് മോങ്ങാതെ നീ കാര്യം തുറന്നു പറ. കല്യാണം നിന്റെ പ്രശ്നം. എടാ ഞങ്ങൾ നടത്തിരുന്ന കല്യാണം അയ്യോ, സഹായിച്ചത് മതി കേട്ടോ. നീയൊക്കെ കേട്ടോ 7 കല്യാണം എൻ്റെ മുടങ്ങിയത് അറിയോ? എൻ്റെ പേടിയൊന്നുമല്ല. ഈ കൈ പാത്രവും ഈ ഗ്ലാസും ആയിരിക്കും എൻ്റെ ജീവിതം അവസാനം. അൽസോ, നിന്റെ കല്യാണം മുടങ്ങി നീ എൻ്റെ തലക്ക് വെക്കല്ലേ. എൻ്റെ തലക്ക് വെക്കരുത് കേട്ടാ. നമ്മൾ പെണ്ണ് കാണാൻ ചെന്നിരിക്കുമ്പോ ഇവൻ്റെ പണിയെന്ന് അറിയാം. ബോണ്ടിയുടെ അളവ് ചോദിക്കുക, സുഖിൻ്റെ വലിപ്പം ചോദിക്കുക. ഈ ചോദിക്കുന്ന പല കല്യാണം മുടങ്ങിയത്. നീ എൻ്റെ തല വെക്കല്ലേ കേട്ടാ. നീ വേറെ ആളെ പിടികൂടി. എടാ ഞാൻ ചോദിക്കട്ടെ, ഞാനത് ചോദിച്ചു, അത്ര തീർന്നേ. ഈ എന്നെ കൊണ്ടുവന്ന മാത്രം എന്തോ കാണിച്ചു വെച്ചേ? അവിടെ ചെന്ന് അടുത്ത വോട്ട് എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് വോട്ട് പിടിക്കുന്ന ആ കാര്യം പറഞ്ഞ് ചർച്ച ചെയ്യാം. അപ്പൊ എൻ്റെ കാര്യം ഓർപ്പോ? അവസാനം ആ വീട്ടുകാരനെ പറഞ്ഞു വിട്ട് ഇറക്കി വിട്ട് നോടം കെട്ടി അണിഞ്ഞു പോന്നു. മോത്തനും കുട്ടച്ചനും. എടാ നീ കരയാതിരിക്കേ. എടാ പഴതൊക്കെ മറക്കടാ. ദേ നിന്റെ കല്യാണം അന്തസ്സായിട്ട് ഈ കുട്ടച്ചൻ നടത്തി തരും ഉറപ്പായിട്ടും. അയ്യോ, സഹായിച്ചത് മതി എൻ്റെ കുട്ടച്ചാ. എനിക്കറിയാം നോക്കാൻ ഇനി കാര്യങ്ങൾ എങ്ങനെ നടത്തണമെന്നും എങ്ങനെ പോകണമെന്നും എനിക്കറിയാം. എന്നെ ആരും സഹായിക്കാൻ പറ്റ. പറഞ്ഞ് മനസ്സിലായോ? അടിയങ്ങളെ കല്യാണം വിളിക്കണേ, രാവിലെ എത്തിയത് കേട്ടോ. കുട്ടച്ചാ കടയിരുന്ന് വന്ന് ചായം കുടിക്കും, പൈസയില്ല, പറ്റിലെടുത്തിക്കോളാം. എനിക്കറിയാം. എന്റെ കണ്ണിന് മുമ്പിൽ നീ കുട്ടച്ചാവെല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്റെ എന്നാ നീ ഒറ്റയ്ക്ക് പുറത്തോണ്ട് നടക്കുന്നേ? മുടിഞ്ഞ വെയിലല്ലേ, ഒന്ന് കൊടയൊക്കെ ചൂടിക്കൊണ്ട് നടക്കണ്ടേ? മോളമ്മ കണ്ടത് ഭയങ്കര ഭാഗ്യത്. എന്നാ പറ്റുന്നേ? ഞാൻ മോളമ്മ ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. മോളമ്മ സത്യം പറയൂ. അതെന്നാ വർത്താനാന്നേ? ഞാൻ നിങ്ങളോട് നോണ വല്ലതും പറയോ? ഞാൻ സത്യമേ പറയൂ. അല്ല, ഈ നാട്ടിലെ ഏറ്റവും അറിവും വിദ്യാഭ്യാസവും ലോകപരിചയമുള്ളത് മോളമ്മയ്ക്ക്. ഓ, അതെങ്ങനെ പറഞ്ഞത് കാര്യമൊന്നും. അതുകൊണ്ട് ഞാൻ മോളമ്മോട് ചോദിക്കുക. എന്നെ നിങ്ങൾ മനസ്സിലാക്കില്ല. പറ മോളമ്മേ. ഓ, ഞാനൊരു കല്യാണം കഴിക്കുന്നതിനെ പറ്റി മോളമ്മയുടെ അഭിപ്രായം എന്തോ? ഈ പ്രായത്തിലോ പറ്റുന്ന പണിക്ക് വല്ലതും പോയാ പോരെ? ചുമ്മാ തമാശ പറയുകയാണോ? മോളമ്മൻ കൂടി ഇങ്ങനെ പറയുന്നു. മോളമ്മേ, ഞാൻ ഏറെ പ്രതീക്ഷിച്ച് മോളമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചു. അല്ല, വിഷമമുണ്ട്. മോളമ്മ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചു. മാത്തൻ്റെ ഒക്കെ കൂടെ നടന്ന മോളമ്മ ഞാൻ കല്യാണം കഴിക്കാതെ ഇവിടെ ഇങ്ങനെ പുറ നിറഞ്ഞിരിക്കുന്നത്. അവന്റെ കൂടെ നടന്ന ആരെങ്കിലും ഗതി പിടിച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് നല്ല സംശയമുണ്ട് അവൻ ഒറ്റ ഒരുത്തനും നിങ്ങളുടെ കല്യാണം എല്ലാം മുടക്കുന്നതെന്ന്. അപ്പം ഞാനേ പലപ്പോഴായിട്ട് ആലോചിച്ചൊരു കാര്യം പറയട്ടെ. എന്തോ മോളമ്മ? ഇത്രയും സുന്ദരനായ സൽസ്വഭാവിയായ നല്ലൊരു മനുഷ്യനായ നിങ്ങൾക്ക് എന്താ പെണ്ണ് കിട്ടാത്തതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പെണ്ണ് കിട്ടത്തില്ലേ? അയ്യോ, പിന്നെ അതെന്നാ വർത്താനാ, കിട്ടുമോന്ന്? നല്ല ഒന്നാം തരം മണിമണി പോലത്തെ പെണ്ണുങ്ങളെ കിട്ടും. ആ, ഞാൻ കൊണ്ടുതരും നിങ്ങൾക്ക് പറ്റിയ പെണ്ണിനെ. ഉറപ്പാ? ഉറപ്പാ. കിട്ടും. പിന്നെ നിങ്ങളുടെ കല്യാണമേ
ഈ പഞ്ചായം നമുക്ക് ആഘോഷിക്കണം. മാത്തനിട്ട ഒരടിയായിരിക്കും നിങ്ങളുടെ കല്യാണം. അപ്പൊ എനിക്ക് പെണ്ണ് കിട്ടുമല്ലേ? പിന്നെ അന്നു നിന്നെ കണ്ടതിൽ പിന്നെ ഇവർക്ക് തന്നെ അതിന്റെ കേടാ. ഈ വയസ്സാകാലത്ത് പെണ്ണ് കിട്ടാൻ പോണു പോലും. ഇവർക്ക് അവിടുത്തെ ഞാൻ പെണ്ണിനെ ഉണ്ടാക്കി കൊടുക്കാനായിട്ടാ. ഓരോരുത്തരുടെ ഓരോ പൂതി കൊള്ളാണ്ടായാലും. അയ്യോ വയ്യ. ഞാനിപ്പോ പെണ്ണ് കെട്ടി കൊടുക്കാഞ്ഞിട്ട കുഴപ്പമേ ഉള്ളൂ. മോളമ്മേ 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 ഞാനങ്ങ് പേടിച്ചു പോയി. എന്നാടി നീ എന്നെ പിറുപിടുത്തോണ്ട് പോകുന്നേ? ഓ അതൊന്നും പറയാതിരിക്കാ വേദം. നീയേ വത്സൻ ചേട്ടനായിട്ട് എന്നാ സംസാരം? എൻ്റെ എടി വയസ്സാങ്കാലത്ത് ഓരോരോ പൂതികളെ. എന്നാ പറ്റി? വത്സൻ ചേട്ടന് കല്യാണം കഴിക്കണമെന്ന് കേട്ടിട്ട് എനിക്ക് ചിരി വരുക. അതൊന്നും നല്ല കാര്യമല്ലേ? എന്തോന്ന് നല്ല കാര്യം? ആയ കാലത്ത് പെണ്ണ് കെട്ടണമെന്ന് തോന്നി കെട്ടണമായിരുന്നു. ഇപ്പൊ അന്നൊക്കെ തുള്ളി കളിച്ച് നടന്നു. ഇപ്പൊ ഇത്രയും വയസ്സായപ്പോ പറയാ എനിക്ക് പെണ്ണ് കെട്ടണമെന്ന്. എടി നീ എന്നടി അങ്ങനൊക്കെ പറയുന്നേ? ഞാൻ എന്തോ പറയണം? അയാൾ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കണം തോന്നിക്കാണും. ഒറ്റയ്ക്ക് എത്ര നാളാന്ന് വെച്ചാ ജീവിക്കുന്നേ? ഒരു കൂട്ട് വേണം തോന്നിക്കാണും. അതിനിപ്പോ എന്നാ തെറ്റി? ഇപ്പൊ കെട്ടുന്ന എന്നാത്തിനാ? വല്ല കഞ്ഞി വെച്ച് കൊടുക്കാനോ കാലും കയ്യും തടവി കൊടുക്കാനോ? ഇല്ലാത്ത സോക്കേടൊന്നുമില്ല. ദേ നടുവേദന, കാലുവേദന, മുട്ടുവേദന, പ്രഷർ, ഷുഗർ എല്ലാം ഉണ്ട്. കെട്ടിക്കൊണ്ട് വരുന്ന ആ പെണ്ണിന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെയൊന്നും പറയല്ല എൻ്റെ മോളമ്മേ. പെണ്ണ് കെട്ടുവാണെങ്കിൽ കെട്ടട്ടെ. ദേ നമ്മളായിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട. ഇയാൾ ഇത്രയും നാൾ ഒറ്റക്കല്ലേ താമസിച്ചേ? നീ ആയിട്ടൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. നമുക്കൊരു കല്യാണം കൂടാതെ അത്ര മാത്രം ചിന്തിച്ചാ പോലെ. Sophie, you're too naughty. See, new glass, bay band from a temple festival, very costly. Mari, friend, very nice guy, pervert, pervert friend. You, Canada, snowfall, nice. Here skyfall, very rain. ആരോടാ ഫോണിൽ? ഇതാരും മത്സരങ്ങളാ. ബേബി അനദർ പെർവേർട്ട് അങ്കിൾ. I'll call you. Bye. Bye. അസങ്ങളെ എന്തുവാണിത്? ഇരിക്ക്. അയ്യോ സെബാസ്റ്റ്യനെ, എന്തോ നീ ഇപ്പൊ എങ്ങോട്ടാ വിളിച്ചേ? അത് നമ്മുടെ ഗേൾ ഫ്രണ്ട് അങ്ങ് കാനഡ. സ്ട്രൈറ്റ് കാനഡയിലൊക്കെ നിനക്ക് ഭയങ്കര പിടിപാടല്ലേ? അല്ല അതിപ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ. ഏത് ഇപ്പൊ കാനഡ പോകാൻ പറ്റുകയാണോ? ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അങ്ങോട്ട് കയറിയല്ലേ പോകുന്നത്. ഏതെങ്കിലും ഒരു പെണ്ണിനെ സെറ്റ് ആക്കുന്നു, കാനഡയിൽ പോകുന്നു. ഈ കാനഡ നടന്നില്ലേ നമ്മൾ ചെക്കോസ്ലോവാക്കിയ പിടിക്കും. മതിയടേ മതി നിർത്തിയേക്ക്. ഡേ നിപ്പോടെ ഇട് ചുമ്മാ. നീ ചാനൽ നിങ്ങൾ കേട്ടോണ്ടിരുന്നു. എന്നാ ഞാൻ പോയേക്കു. ചാനൽ സബ്സ്ക്രിപ്ഷൻ ഇങ്ങോട്ട് വാട്ടാ. പറഞ്ഞ സെബാസ്റ്റ്യന് ഒരു സംശയം. ഓ ഈ നിനക്ക് അവിടെയൊക്കെ പിള്ളേർ ധാരാളം കിട്ടിയില്ലേ കാനഡയിലും? കിട്ടും. എടാ ഈ അക്കിടിപ്പുറത്ത് ഒരു പെണ്ണിനെ പോലും എനിക്ക് കിട്ടുന്നില്ലല്ലോടാ സെബാസ്റ്റ്യനെ. അതെന്താ കാര്യം എന്നറിയുങ്ങളേ? ഞാനൊന്ന് മാറി ചിന്തിക്കാൻ വിചാരിക്കുന്നു. എങ്ങനെ? ഒരു പുതിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലടാ? മാറ്റത്തിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. പെണ്ണ് വേണം. അതെ 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 എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. കാരണം ഇങ്ങനാടാ എനിക്ക് പെണ്ണ് വേണം. കാരണം വെച്ചാലേ ഈ കുട്ടച്ചനുണ്ടല്ലോ, ഈ കുട്ടച്ചൻ എൻ്റെ യൗവനം മുഴുവൻ നശിപ്പിച്ചടാ. ഇപ്പൊ വാർത്തയ്ക്കോ? അത് അങ്കിളെ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ അങ്കിൾ ഒട്ടും അപ്ഡേറ്റ് അല്ല. അതിനാദ്യം എൻ്റെ ആ വിവരം കേട്ട തന്തയായിട്ടുള്ള കൂട്ടുകെട്ട് ആദ്യം നിർത്തണം. പിന്നെ ആ കിഴങ്ങൻ കുട്ടച്ചൻ അങ്കിള്, ഇവർ രണ്ടുപേരുമാണ് അങ്കിളിനെ മൊത്തത്തിൽ ഇങ്ങനെ ഈ ഒരു ഓലോ ആക്കുന്നത്. അങ്കിളെ പറയാം. അതെ അത് ഈ ന്യൂജൻ പരിപാടിയാണ്. മൊത്തത്തിലൊരു ഇപ്പം ഈ പിള്ളേരൊക്കെ ജെൻസി ആണല്ലോ. അതിന് മൊത്തത്തിൽ ഈ വേഷവിധാനങ്ങളൊക്കെ മാറണം, ലുക്ക് മാറണം. അതെ ആ പരിപാടിയൊക്കെ പിടിച്ചിട്ട് പൂക്കിയാവണം. പോക്കിരിയോ? നീ എന്നാ സഭാസ പറഞ്ഞത്? ശരിയാവത്തില്ല. അല്ലല്ലോ സഭാസ നില്ലേ. എടാ എന്നെ ആ ലെവലൊന്ന് ആക്കി എടുക്കടാ. നീ എൻ്റെ ഒരു ആഗ്രഹമാടാ. ഈ പൂക്കി എന്ന് പറഞ്ഞുണ്ടല്ലോ, നമ്മൾ ഈ കാണാനൊക്കെ ഒരു ഓമനത്വം.
മനസ്സിലായി ഒരു ഓമനത്തെ പൈന നോക്കി സാധനം വേണം. അതൊക്കെ കൊണ്ടല്ലേ നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ ഇവളില്ലേ സോഫി, കാനഡയിലെ, ഇവളെന്നെ വിളിക്കുന്നറിയോ, മൈ ലിറ്റിൽ പൂക്കി. പൂക്കി? ആ ലിറ്റിൽ പൂക്കി. അപ്പൊ എനിക്കൊരു പൂക്കി വേണോടാ. അതിന് ക്ലാസ്സിൽ പോകേണ്ടി വരും. ഉണ്ട്, ക്ലാസ് എടുക്കാൻ പിള്ളേരുണ്ട്, നല്ല പെൺപിള്ളേർ ക്ലാസ് എടുക്കും ഇതിനെ പറ്റിയൊക്കെ. നമ്മുടെ കയ്യിൽ വെച്ചുണ്ട്. പെൺപിള്ളേരെ ക്ലാസ് എടുക്കുമോ? പിന്നെ എന്നാ പിന്നെ ഞാൻ എപ്പോ എത്തിയെന്ന് ചോദിച്ചാ പോരാടാ. സെറ്റ് ചെയ്ത് തരാം. ദിവസം ഞാൻ പറയാം. ഉറപ്പാ. അതിന് ബഡ്ജറ്റ് ഉണ്ട്. എന്ത് ഫീസ് കൊടുക്കണ്ടേ? കൺസൾട്ടേഷൻ ഫീസ് ഒക്കെ ഉണ്ടല്ലോ. എന്ത്? $500 കൺസൾട്ടേഷൻ ഫീസ് ഉണ്ടേ കൊച്ചിന്. ടീച്ചറല്ലേ? തെളിച്ച് പറ. എനിക്കൊന്നും 500 രൂപ കൊടുക്കണം. എന്റെ കൈ പൈസ ഇല്ല. ഞാൻ മാത്തന്റെ പെട്ടി അടിച്ച് മാറ്റി തരാം. അല്ല, മാത്രം കടം ചോദിച്ചിട്ട് 500 നിങ്ങൾക്ക്. അപ്പൻ്റെ അകത്തുനിന്നാണെങ്കിൽ 1000 എടുത്തു. ആ, അപ്പൊ നാളെ ക്ലാസ്. അപ്പം ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ പൂക്കി വത്സൻ. നാളെ മുതൽ വത്സനല്ല, പൂക്കി വത്സൻ എന്ന് പറഞ്ഞ പൂക്കി വത്സൻ. പൂക്കി എന്തായാലും 1000 രൂപ സെറ്റായി. പക്ഷെ ക്ലാസ്സിന് ഇനി ഓക്കെ. അയ്യോ എൻ്റെ ട്രൈപോഡ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മെസ്സേജ് വായിക്കാം. അപ്പുക്കുട്ടൻ സുഖമാണോ? ഓ അപ്പുക്കുട്ട, ഇന്ന് ഭയങ്കര സാഡ് വൈബാണ്. എൻ്റെ കോഫിക്ക് ഷുഗർ ഇല്ല. ഞാൻ ഭയങ്കര ഡിപ്രഷനിലാണ് അപ്പുക്കുട്ട. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അമ്മുക്കുട്ടി, ഹൗ ആർ യു? ഓ പറഞ്ഞില്ലേ ചിന്നു ഇന്ന് ഭയങ്കര സാഡ്. ഗായ്സ്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് പിന്നെ കാണാം. ബൈ. ലോങ് ടൈം നോ സീ. എവിടെയായിരുന്നു? കുറച്ച് ബിസി ഒക്കെ നല്ല പരിപാടിയൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി ഒന്ന് പൂക്കി മേക്ക് ഓവർ ചെയ്തെടുക്കണം. നമസ്കാരം ടീച്ചർ. അങ്കിൾ, ഇതൊക്കെ ഭയങ്കര ക്രിഞ്ചാണ്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. അല്ല, ഫ്രഞ്ച് എനിക്ക് അറിയത്തില്ല. ഓ അങ്കിൾ ഭയങ്കര ടോക്സിക് ആണല്ലോ. നമുക്കിത് ഫുള്ള് മാറ്റിയെടുക്കണം. ഓക്കെ, സിറ്റ്. അത് കമൗണ്ടർ ബിനീഷ്, ഇതുപോലെ ബ്ലോഗറാ, കാര്യാക്കണ്ട. നമ്മുടെ എല്ലാം ശരിയാക്കി തരും ടീച്ചർ. അങ്കിളെ, നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് മാറ്റിയെടുക്കണം. ഓക്കെ. റൂൾ നമ്പർ 1, വൊക്കാബുലറി. അങ്കിളുടെ പഴയ വാക്കുകൾ ഫുൾ മാറ്റണം. ഇനി മുതൽ അങ്കിൾ ഒരു ജെൻസി ആയിരിക്കും. എല്ലാം നടക്കും. ഇങ്ങോട്ട് പഠിച്ച പറഞ്ഞു. ഞാൻ പറയുന്നത് അങ്കിളെ റിപ്പീറ്റ് ചെയ്യണം. അങ്കിളിന് അവിടെ ആരെങ്കിലും ഇഷ്ടമാണോ വെച്ചാൽ അങ്കിൾ എന്താ പറയുന്നേ? എന്നോടോ? സത്യമാണോ? ഞാൻ ചോദിക്കും. ഇനി അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്കിൾ പറയണം നോ ക്യാപ്പ് എന്ന്. നോ ക്യാപ്പോ? അപ്പൊ തൊപ്പി വെക്കല്ലെന്നോ? ഓ നോ അങ്കിൾ, ക്യാപ്പ് എന്ന് വെച്ചാല് കള്ളം. സോ നോ ക്യാപ്പ് എന്ന് വെച്ചാല് കള്ളമല്ലാന്ന്. ഞാൻ കരുതി വെയിലൊക്കെ വരുമ്പോ തൊപ്പിയും വെക്കാൻ നടന്നു കഴിഞ്ഞാല് വെയിലടിച്ച് അങ്ങോട്ട് ഉപ്പാട് വരും. സഭാ എന്നെ കേൾക്കണേ. ഇതെല്ലാം ഒരു കോഡ് ഭാഷയാണ്. അർത്ഥം ഒന്നും നോക്കണ്ട, ചുമ്മാ കാച്ചി വിടണമെന്ന് ഇത് ടീച്ചർ പറയണ കേക്ക്. പറഞ്ഞ ടീച്ചറെ. ഗുഡ്. നെക്സ്റ്റ്, അങ്കിൾ പെണ്ണ് കാണാൻ പോകുമ്പോ ആദ്യം എന്താ ചോദിക്കുന്നേ? പെണ്ണ് തരുമെന്ന് ചോദിക്കും. അതല്ലെന്ന് ഒഫീഷ്യലി എന്ത് ചോദിക്കും സാധാരണ പെണ്ണ് കാണാൻ ചെല്ലുമ്പോ? പെണ്ണിന്റെ ജാതകം ചെയ്താ ചോദിക്കും. നോ അങ്കിൾ, ഇനി മുതൽ അങ്കിൾ അങ്ങനെ ചോദിക്കല്ലേ. ഇനി മുതൽ അങ്കിൾ ചോദിക്കണം ഫ്ലാഗ് ഏതാണ്? അങ്കിളെ, റെഡ് ഫ്ലാഗ് ഉണ്ട്, ഗ്രീൻ ഫ്ലാഗ് ഉണ്ട്. റെഡ് ഫ്ലാഗ് എന്ന് വെച്ചാല് അങ്കിള് ചീത്തയാണ്. പക്ഷേ ഗ്രീൻ ഫ്ലാഗ് എന്ന് വെച്ചാല് അങ്കിള് നല്ലയാണെന്ന്.
ആ അതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഗ്രീൻ ഫ്ലാഗ്. ഗ്രീൻ ഫ്ലാഗ് ഒക്കെ നമ്മൾ കുറെ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള. ഈ റെയിൽവേ പോകുന്ന ഇങ്ങനെ കൊടി കാണിക്കുമ്പോൾ ട്രെയിൻ ഇങ്ങനെ പോകുന്നത് അതല്ലേ അതല്ലേ ഇങ്ങനെ വീശുന്നേ ആ കൊടിയല്ലേ? വണ്ടി പോകുന്നല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം. വാക്ക് പഠിക്കുക എന്നുള്ളതല്ലേ. ശരി. ആ ഓക്കെ, അപ്പൊ ഇനി മുതൽ അങ്കിൾ പറയണം ഐ ആം എ ഗ്രീൻ ഫ്ലാഗ് എന്ന്. എന്തുവാ? ഐ എം എ ഗ്രീൻ ഫ്ലാഗ്. വെരി ഗുഡ്. ഐ എം എ എന്നടാ ഗ്രീൻ ഫ്ലാഗ്. ഗ്രീൻ ഫ്ലാഗ്. ഐ എം എ ഗ്രീൻ ഫ്ലാഗ്. ഓ പെർഫെക്റ്റ്. ഐ എം എ ഗ്രീൻ ഫ്ലാഗ് ബോയ്. മുന്നേ പഠിച്ചെന്ത്? സോപ്പ് അല്ല നോ ക്യാപ്. No cap. ഐ എം എ നോ ക്യാപ്. ഐ എം എ ഗ്രീൻ ഫ്ലാഗ്. അതെ കഴിഞ്ഞു. തെറ്റായി. ഐ എം എ ഗ്രീൻ ഫ്ലാഗ്. യെസ് അങ്കിൾ, കറക്റ്റ്. നോ ക്യാപ്. No cap. ഓക്കെ, നെക്സ്റ്റ് ബോഡി ലാംഗ്വേജ്. അങ്കിളിന് ആരെങ്കിലും ഇഷ്ടമായാൽ എന്താ കാണിക്കുന്നത്? ഞാൻ അവിടെ ചെന്ന് ഇളിച്ച് കാണിക്കും. അയ്യോ, അല്ല അങ്കിളെ അല്ല പറഞ്ഞുതരാം. അങ്ങനെ പറയും. നോ അങ്കിൾ, ഇനി മുതൽ അങ്കിളിന് ആരെങ്കിലും ഇഷ്ടമായാൽ ഇങ്ങനെ കാണിക്കണം. ഇങ്ങനെ ഞാൻ ഇതെന്ത് സംഭവം? ഇതാണ് ഹാർട്ട്. അയ്യോ ഞാൻ കരുതി മോള് കറിക്ക് ഉപ്പിടാൻ വേണ്ടിട്ട് കൈ കുത്തി വെച്ചിരിക്കാൻ. ഓ നോ അങ്കിൾ, ഇതാണ് ഫിംഗർ ഹാർട്ട്. അങ്കിളിന് ഇപ്പൊ ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അങ്കിൾ ഇതാ ഇങ്ങനെ കാട്ടിയിട്ട് പറയണം യു ആർ മൈ സ്കിബിഡിന്ന്. യു ആർ മൈ സ്കിബിഡിന്ന്. സ്കിബിഡി വല്ല അസുഖം വല്ലതാണ്? ഓ നോ അങ്കിൾ, ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ക്യൂട്ട് അല്ലേ? യു ആർ മൈ സ്കിബിഡി. സെറ്റായി. യു ആർ മൈ സ്കിബിഡി. യെസ് അങ്കിൾ. പക്ഷെ ഇതെല്ലാം ഞാൻ പറയാം, ഇതെല്ലാം ഞാൻ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഈ പെണ്ണ് വീഴുവോ? ഓ അങ്കിൾ 100% ഗ്യാരണ്ടിയാ. ഉറപ്പാണോ? ഉറപ്പാ. ഇവിടുന്ന് ഗ്യാരണ്ടി കിട്ടി. അപ്പം നോ ക്യാപ്, റെഡ് ഫ്ലാഗ്, ഗ്രീൻ ഫ്ലാഗ്, യു ആർ സ്കിബിഡി. Yes, uncle, correct. പഠിച്ച് എണ്ണോക്കെ. വന്ന സ്ഥിതിക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാലോ. ഇതാണ് നമ്മുടെ ചെറുക്കൻ. വലിയ ബിസിനസ്മാനാണ്. സ്വന്തമായിട്ടൊരു ചായക്കടയോ. അങ്കിളൊരു ഹോട്ട് ബീവറേജ് എഞ്ചിനീയർ ആണ്. അത് കണ്ടപ്പോഴേ തോന്നി, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മുഖത്തെഴുതി എന്ന് പറഞ്ഞ എവിടെ? അയ്യോ അതല്ല, ആള് വലിയ പ്രമാണിയാണെന്ന്. അതിന്റെ ഒരു അഹങ്കാരമില്ല, വേറും നിഷ്കളങ്കൻ പച്ചപ്പാവം. ഞാനിത് കാണിക്കണ്ടേ? അത് കാണിക്കണ്ടപ്പോ ഞാൻ പറയാം. ചുമ്മാ മോനെ എന്താ സംസാരം? അത് പിന്നെ ആക്രാന്തം ഒന്നും ഉണ്ടായിട്ടല്ല അങ്കിളിന്. എന്നാലും പെണ്ണിനെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ. അത് പറയാൻ മറന്നുപോയി. നമ്മുടെ പഴയ കാലമല്ല, അറിയാലോ ഇവരൊക്കെ എന്ന് വെച്ചാല്. അപ്പൊ അതുകൊണ്ട് ചെറുക്കനും പെണ്ണിനും ഒന്ന് കാണണം, ഞങ്ങൾക്കും കാണണം. അപ്പൊ ഒന്ന് മോളെ വിളിക്കുകയാണെങ്കിൽ ഒന്ന് കാണാം അല്ലേ? അമ്മയില്ലാത്ത ദുഃഖം അറിയാതെ ഞാൻ എൻ്റെ മോളെ വളർത്തി. ഒരുപാട്. ഞാൻ മോളെ വിളിക്കാം. മോളെ വനജേ, വനജേ. എന്താ മോനെ കൈ എങ്ങനെ കാണിക്കണേ? അതെ, പൂക്കി സ്റ്റൈലാ. അങ്കിള് ഭയങ്കര അപ്ഡേറ്റഡാ. ന്യൂ ജെൻ. ഓ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഫാഷനേ. എനിക്ക് വനജയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിച്ചോ, അവള് ഭയങ്കര ലോക വിവരമുള്ളവളാ. നല്ല ബുദ്ധിയാണ്. ഉത്തരം പറയണം. പറയാം. 1 കിലോ മാവ് കൊണ്ട് എത്ര കിലോ ബോണ്ട ഉണ്ടാക്കാൻ പറ്റും? പറ. എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ വേറെ ചോദ്യം ചോദിക്കാം. ഇത് ടഫാ. ചോദിച്ചോളൂ. ഒരു ഉഴുന്ന വടയുടെ തുളയുടെ വലിപ്പം എന്തുമാത്രമാണ്? അങ്കിള് ഭയങ്കര തമാശക്കാരനാ. ഇടയ്ക്ക് ഞങ്ങളെ ഇതുപോലെ പറ്റിക്കാറുണ്ട്. ഞാൻ ഒന്നേരെ പറഞ്ഞ ഇവൻ ബോണ്ടയുടെ ഉണ്ടയുടെ കണക്ക് പറഞ്ഞത് കുളവാക്കും. ഇത് പോയി എന്താ എന്താ? അല്ല, എന്താന്ന് വെച്ചാ
കുട്ടികൾക്ക് എന്തെങ്കിലും അല്ല ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും തനിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിലേ ഹേയ് അതാണല്ലോ അതിന്റെ ഒരു കീഴ്വഴക്കം. ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങോട്ട് നടക്ക. ആയിക്കോട്ടെ എന്താ വിരോധം? പഠിച്ചെല്ലാം മറന്നടാ. പുതിയായിട്ട് വല്ലതും ഉണ്ടോ? പുതിയായിട്ടൊന്നുമില്ല, ചുമ്മാ ടെൻഷൻ അടിക്കല്ലേ. നിങ്ങൾ ചെന്ന് ചുമ്മാ സംസാരിക്കും, ചിരിച്ചാൽ മതി. കുഷ്ടം മാത്രം എന്തൊക്കെ കാര്യങ്ങളാ ഇത്. ഉഴുന്നുകൊണ്ടുണ്ടാക്കിയതാണ്. അല്ല അത് മാവായിരിക്കും. ചായ ഇവിടുന്ന് കിടക്കുന്നു. ആ ഇതെന്റെ കസിനാണ്. അവൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഇരിക്കൂ. വനജ, ഈ വനജയുടെ ഫ്ലാഗ് ഏതാ? ഫ്ലാഗോ? ഞാൻ കുറച്ച് നാൾ ദുബായിലൊക്കെ ആയിരുന്നില്ലേ. അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ഇവിടുത്തെ ഈ രാഷ്ട്രീയം ഫ്ലാഗും ഒന്നും എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ അച്ഛനോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ അച്ഛൻ്റെ രാഷ്ട്രീയമോ ഫ്ലാഗിന്റെ കളറോ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വനജു, ഞങ്ങളൊക്കെ ന്യൂ ജനറേറ്ററാ. ഞങ്ങളുടെ ഫ്ലാഗ് ഗ്രീനാ. ഇങ്ങോട്ട് നോക്കിക്കേ. ന്യൂജനോ? നിങ്ങളോ? ഇതെന്താ കൈ വരയ്ക്കുന്നത്? ഈ സമയത്ത് ഒരു ചായ കുടിക്കുന്നത്, അത് കിട്ടിയില്ലെങ്കിലേ ഇതിങ്ങനെ വരച്ചോണ്ടിരിക്കും. അതാ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? വനജേ, എനിക്ക് കൂടുതൽ സമയം ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല. മുട്ടിന് ഭയങ്കര വേദനയാണ്. ചേട്ടാ വയ്യെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോളൂ. അല്ല, വനജ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ കാലിൽ തൈലം പൊട്ടി തരാൻ ഒരാളാവില്ലോ. പിന്നെന്താ, നടുവിന് ബെൽറ്റ് ഇട്ട് തരാനും മുട്ടിൽ എണ്ണ തേച്ച് തരാനും ഒരാളാവുമല്ലോ. അത് പൂക്കി വനജേ. ആ ബെൽറ്റിൻ്റെ കാര്യം എൻ്റെ മനസ്സ് പറയുന്നത് പോലെ വനജ കണ്ടുപിടിച്ചല്ലോ. യു ആർ മൈ പിടിപിടി. എന്തൊക്കെയായി പറയുന്നു? വനജയ്ക്ക് എന്നെ ഇത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതിയില്ല. അത് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. പറയണം. ഏതായാലും ഞാൻ പ്രതീക്ഷയോടെ ഇറങ്ങുന്നു. എൻ്റെ കാലിൽ തൈലം പൊട്ടിത്തരാൻ ഒരാളുണ്ടല്ലോ. ഓ, അവൻ്റെ ഉണ്ടയും ബോണ്ടയും സുഖിനും മൊത്തം കുളമാക്കി. ഇത് നടന്നു പോയാൽ എന്തൊക്കെ പറഞ്ഞു കൊടുത്തേ നമ്മളല്ലേ. ജന്മത്തിൽ ഞാൻ പോകത്തില്ല അവൻ്റെ സ്ഥലത്ത്. ഞാനും ഇല്ല, നടന്നില്ലെങ്കിൽ ഈ പരിപാടി ഞാനില്ല. ഇവന് ഉണ്ടക്കത്ത് പോലെ കൈവിഷം കൊടുത്തു പോലെ വരും. ശേ, എന്ത് കഷ്ടം. വരുന്നു. അങ്ങളെ അവസ്ഥ എന്തായി അത് പറ. ആ പെണ്ണിനോട് ഉണ്ട ബോണ്ട സുഖിയം പറഞ്ഞ് ഇത് മുടക്കില്ലോ. നിനക്ക് എന്ന് പെണ്ണ് കിട്ടാനടാ? മൂത്ത് നരച്ചുള്ള നീ. എടാ കൂട്ടത്തെ, അങ്ങനൊന്നുമല്ല. ഞാൻ പറഞ്ഞ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ചുമ്മാ അല്ല ഞാൻ ക്ലാസ്സിൽ പോയത്. എടാ ഈ ഒറ്റ സാധനം കാണിച്ചപ്പോൾ തന്നെ വനജ വീണ് കഴിഞ്ഞു. വീണാ? ഇത് പൂക്കി. ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചുള്ള ഗുണങ്ങള്. മനസ്സിലായല്ലോ? എല്ലാം പൂക്കികളുടെ അനുഗ്രഹം. അതെ, ദുബായ്ക്കാരി വീണതിന്റെ കല്യാണമൊക്കെ ആകുന്നതിന്റെ കമ്മീഷൻ എനിക്ക് തരാം. ആദ്യം അവളെ ഒന്ന് കെട്ടട്ടെ. അത് മതി. പറഞ്ഞ ഐ ആം പൂക്കി മത്സരം. അക്കിടിപ്പുറം